ആരാധന ആരാധന. ഹല്ലേലൂയ. ആരാധനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അലിവോടെ എന്നെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ കുറിച്ച് കൈകള് കൂപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിച്ച് സ്വന്തം കുടുംബത്തിലെ കണ്ണുനീര് ഓർത്തുകൊണ്ട് മാതാവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് അത് ഏൽപ്പിക്കുന്ന വലിയ സമയമാണ്. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അനേക ആയിരങ്ങൾ ഇവിടെയും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന, ഇന്നുവരെ അമ്മ ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്ന, ഓരോ ദിവസവും നൂറുകണക്കിന് മക്കൾ സാക്ഷ്യം പറയുന്ന ഓർത്ത് സ്വസ്ത്രം ചെയ്യുന്ന, തറയെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകൾ അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് അവകാശമാക്കാൻ, ഓഹരിയാക്കാൻ അങ്ങനെ അടിയൻ അഭിഷിക്ത കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ കർത്താവെ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം അങ്ങയുടെ മക്കളിലേക്ക് നീട്ടണമേ. കർത്താവിൻ്റെ കരുണ നിങ്ങൾ ചൊരിയട്ടെ. സാമ്പത്തിക ബാധ്യതകൾ, ശാരീരികമായ രോഗങ്ങൾ, ആശുപത്രിയിൽ കിടക്കുന്നവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, ഭവനരഹിതർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളുടെ ദൗർഭാഗ്യകരമായ സ്വഭാവങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവർ, വിവാഹത്തിൽ ജീവിത പങ്കാളി കിട്ടാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിശ്വാസം കുറഞ്ഞവരെ, പ്രാർത്ഥന കുറഞ്ഞ ഭവനങ്ങൾ, വിവാഹ ദമ്പതികൾ പരസ്പരം മാനസികമായിട്ട് അകന്നു പോകുന്നവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, അതുപോലെ വിവാഹ മോചനത്തിന് മക്കളിലേക്ക് പോകുന്നവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ജപ്തി നടപടി നേരിടുന്നവർ കർത്താവ്, ഓരോരോ വിഷയങ്ങളിലെ ഓരോരോ വേദന, കാർഷിക തകർച്ചയുള്ളവർ, മത്സ്യബന്ധന മേഖലകളിലെ വേദന അനുഭവിക്കുന്നവർ കർത്താവ്, സാമ്പത്തിക ബാധ്യതയുള്ളവർ, തങ്ങളുടെ തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് നാടുവിടാൻ ആഗ്രഹിക്കുന്നവർ, എന്നിട്ടും അതിനുള്ള മാർഗം കിട്ടി വരാത്തവർ, ഇങ്ങനെ ഓരോരോ തരത്തിലെ ജീവിത പങ്കാളികളുമായിട്ട് പ്രയാസങ്ങൾ അകന്ന് ജീവിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ ചൊരി പ്രാർത്ഥിക്കുക. അടിപ്പിണർ പോലെ വൈദാഖ്യാതമായ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി വസിക്കട്ടെ. കർത്താവെ, മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത ഭാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അലിവോടെ എന്നെ നോക്കണമേ. എല്ലാവരും മുന്നേ നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 6:1 തിരുവചനമനുസരിച്ച് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ച് ഈശോയെ സജീവ സാക്ഷികളായി പിതാവിലേക്ക് നീ ആരോഹണം ചെയ്തതുകൊണ്ട്, സഹായകനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉടമ്പടി വഴി ചെയ്യുവാൻ, നിവർത്തിയാക്കുവാൻ, പൂർത്തീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, നിങ്ങൾ ഈ ആഴ്ചയിൽ അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നവർ ദയവായിട്ട് ഓഫീസിൽ വിളിച്ച് ചോദിച്ച് അനുവാദം കിട്ടിയാൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് വിളിച്ച് ചോദിക്കണം. അച്ഛനെ കാണണമെന്ന് ഉദ്ദേശിക്കുന്നവർ ഇന്ന ദിവസം വരാൻ ആഗ്രഹിക്കുന്ന അച്ഛനുണ്ടോ, അച്ഛൻ എന്ന് ഉണ്ടാകുമെന്ന് ചോദിക്കണം. 9447285400 നമ്പർ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും നമ്മൾ 5:30 മണിക്ക് അച്ഛൻ തന്നെയാണ് നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കണം കേട്ടോ. പലപ്പോഴും കാര്യം 5:30 മണിക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയുണ്ട്. അതാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന, ഡെയിലി ബ്രെഡ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആൾക്കാർ പറയും, അച്ഛൻ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഇന്നലെ ഒരു ചേച്ചിയുടെ സാക്ഷ്യം പറഞ്ഞാൽ അറിയാമോ, എനിക്ക് 50, എൻ്റെ വാട്സാപ്പിൽ 50 പേരുണ്ട്. ഞാൻ 50 പേർക്കും ഷെയർ ചെയ്ത് 5:25 തന്നെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 250 ഗ്രൂപ്പുള്ള ഒരു റിസോർട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞ്, എൻ്റെ ഗ്രൂപ്പിൽ 250 പേരുണ്ട്, ഞാൻ 250 പേർക്കും ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യും രാവിലെ. അപ്പോൾ എന്ത് തിഷ്ഠതയോടെയാണ് ഈ കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം. ഇപ്പോഴും പലതും രാവിലെയുള്ള ധ്യാനത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ആകപ്പാടെ 12 മിനിറ്റ് 13 മിനിറ്റൊക്കെ ഉള്ളൂ ആകപ്പാടെ ഉള്ളത്. അതിൽ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും നമ്മുടെ 20 വർഷം തികയുന്നതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പിന്നെ ഉള്ളത് ഇന്ന് നിങ്ങൾ പോകുന്ന ഇടങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇടപെടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ, കടന്നു പോകുന്ന ഓഫീസുകൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ കൃപ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നിങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥനയാണ് ഫീഡിങ് പ്രെയർ എന്ന് പറയും. പണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിരുന്ന കാലമാണ്. ഞാൻ എവിടെ പോയാലും റൂട്ട് സമർപ്പിക്കും, അതിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന സഞ്ചാരപഥങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് നമ്മളെ കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യും. അതാണ് എഡിറ്റിംഗ് നടക്കുന്നത്. ഈ ഫീഡിങ് പ്രെയർ എപ്പോഴും എഡിറ്റിംഗ് പ്രെയർ തന്നെയാണ് ശരിക്കും. അപ്പോൾ അത് ഭയങ്കരമായ ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ കൂടണമെന്ന് എൻ്റെ അഭിപ്രായം, വെച്ചുകൊണ്ട് താമസിപ്പിക്കരുത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഡെയിലി ബ്രെഡ് എന്നുള്ള അന്നു വേണ്ട വചനം നൽകണത്. ആ വചനത്തിന് എപ്പോഴും ജീവിതത്തിലേക്കൊരു വേരിറങ്ങി കിടക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വേര് ഞാൻ എടുത്തിട്ട് വചനത്തിലേക്ക് ഇറക്കി വിടും. വചനത്തിൻ്റെ വെള്ളവും വളവും സ്വീകരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിത വൃക്ഷം വളരാൻ പോണത്. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷയും അങ്ങനെ ജീവിതബന്ധിയായിരിക്കും. ജീവിതബന്ധി അല്ലാത്ത അക്കാഡമിക് താല്പര്യങ്ങളുടെ ഒരു സാധനം ഇവിടെ പറയത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കഥകള ഒക്കെ പറഞ്ഞ് ആൾക്കാർ ഇക്ലിപ്പെടുത്തുക, ചിരിപ്പിക്കുക, അങ്ങനെ കലാപരിപാടിയൊന്നുമില്ല. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അതിന് വചനത്തിൻ്റെ വെള്ളത്തിലേക്ക് വളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും. അതുകൊണ്ടാണ് നിങ്ങൾ അന്നത്തെ വേണ്ട ആഹാരം തന്നെ വിളിക്കുന്നത്. അതിൻ്റെ പേര് ഡെയിലി ബ്രെഡാണ്. എന്താണ്? അന്ന് വേണ്ട ആഹാരം, അന്നൊക്കെ ആവശ്യമായ ആഹാരമാണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് തന്നെ അത് കൂടുകതിന് ശേഷം അത് ഉടനെ ഷെയർ ചെയ്യണം. കൂടുന്ന മുമ്പ് തന്നെ ലിങ്ക് ഷെയർ ചെയ്യാൻ നോക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹം തോന്നണം. ഒരു വലിയൊരു സുവിശേഷ വേലയാണത്. ഇപ്പോൾ വെളുപ്പ് പ്രഭാതത്തിൽ തന്നെ ഒരു സുവിശേഷ വേല ചെയ്തിട്ടാണ് നമ്മൾ കർത്താവിൻ്റെയൊക്കെ കടന്നു വന്ന് വചനം കേൾക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ സഞ്ചാരപഥങ്ങളിലെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.